ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂള് പൂട്ടിയപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സ്കൂൾ തുറന്നപ്പോഴും വിചാരിച്ചു ചെയ്യണമെന്ന്. തുറന്ന ഫസ്റ്റ് ഡേ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഈ ദിവസങ്ങളിലൂടെ കുറേ പേർക്ക് സന്തോഷവും വിഷമത്തിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും. കാരണം പേപ്പറൊക്കെ കിട്ടി, മാർക്ക് കുറവും മാർക്ക് കൂടുതലൊക്കെ ആയിട്ട് സന്തോഷം വിഷമമൊക്കെ ആയിട്ട്. അപ്പം എനിക്കും പേപ്പറൊക്കെ കിട്ടി, ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അങ്ങനെ ഓരോരോ മാർക്കുകൾ എനിക്ക് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. പിന്നെ ഗൈസ്, കുറേ പേര് പറയുന്നുണ്ട് റിസൾട്ട് കിട്ടിയോ, പേപ്പർ മാർക്കൊക്കെ പറയാൻ പറഞ്ഞ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് മാർക്കുകളൊക്കെ കിട്ടിയതിൻ്റെ ഇത്തിരി വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മൈൻഡ് സെറ്റല്ല ഗൈസ്. എന്താ പറയുക, മാർക്കൊക്കെ കുറവാണ്, പാസ്സാണ്, പക്ഷേ ഫുൾ പാസ്സാണ്, പക്ഷേ മാർക്കൊക്കെ കുറവാണ്. അതിൻ്റെ ഇത്തിരി വിഷമത്തിലാണ് ഗൈസ് ഞാൻ. അപ്പം മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. പിന്നെ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് മാറാണ്, നമ്മൾ വേറെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. പിന്നെ പുൽക്കൂടൊക്കെ പൊളിച്ചു. പിന്നെ എന്നാണ് പോണത്, എവിടേക്കാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ അച്ഛൻ അൽഫിം ഹാളിലാണ് കിടക്കാറ്. അച്ഛൻ്റെ കയ്യിന് എന്താ പറ്റിയെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അവനൊന്ന് ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പറ്റിയൊരു ആക്സിഡന്റ് ആണ്. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അത് 2 ആഴ്ച ഇങ്ങനെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്, കയ്യിൽ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കഴിയുമ്പം വെട്ടും. പിന്നെ നമ്മുടെ മോച്ചിന് കുറേ നാളായിട്ടുണ്ടാവും കണ്ടിട്ട്. അപ്പം അവൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അവനിങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മോച്ചിൻ്റെ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട്, കാരണം അവനെ പുറത്ത് കിട്ടിയില്ല തന്നെയാണ്. ഇങ്ങനെ ഇപ്പം അയച്ചു വിടലൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കറങ്ങി നടക്കാം അവനിങ്ങനെ അകത്തും അവിടെ എവിടെയൊക്കെ ആയിട്ട്. പിന്നെ കുഞ്ഞാൻ്റെ നല്ല ഉറക്കമാണ്. അവളെ എണീപ്പിക്കാൻ വേണ്ടി ചെന്നപ്പം നല്ല ഉറക്കം. പിന്നെ കുക്കുനറിയാലോ, അവനിപ്പം തൊട്ട് നേരത്തെ എണീക്കും. കാരണം നേരത്തെ എണീറ്റ് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് പാവയായിട്ട്. പിന്നെ ഇപ്പം ഞാൻ പഠിക്കാൻ എണീക്കുമ്പോഴും അവൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്. അവന് ഓളിടുന്നതും പിന്നെ എന്നിട്ട് ആ ബെഡുമിട്ട് കൈ ഇടിക്കണതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, കുറേ പേര് പറയുന്നുണ്ട് എക്സാം പേപ്പർ കിട്ടിയോ, റിസൾട്ട് കിട്ടിയോ അതൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എല്ലാ പേപ്പറും കിട്ടിയിട്ടില്ല, കുറച്ചും കൂടെ കിട്ടാണ്ട്. പിന്നെ ഗൈസ് ഞാൻ കഴിഞ്ഞ എക്സാം പേപ്പറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഞാൻ വരാമെന്ന്. പക്ഷേ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ മാത്രമല്ല, മാർക്കുകൾ ഭയങ്കര ഗംഭീര മാർക്കുകളാണ് ഗൈസ്. ചില വിഷയങ്ങളിൽ ജസ്റ്റ് പാസ് വരെയുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് വിഷമം ഉണ്ട്, എന്നാലും എൻ്റെ ക്ലാസ്സിൽ മിക്ക എണ്ണത്തിനും കുറവാണ്. പിന്നെ പേപ്പറൊന്നും അത്ര ശരിയല്ലായിരുന്നു ഗൈസ്. പേപ്പറിനെ കുറ്റം പഠിക്കാണ്ടല്ലോ അല്ലേ. പേപ്പറും ശരിയല്ല, ടൈം ടേബിൾ ശരിയല്ല. 9th എക്സാമിന്റെ റിസൾട്ട് വരില്ല, പക്ഷേ 10 കഴിഞ്ഞു എക്സാമിന്റെ 9th എക്സാമിന്റെ റിസൾട്ട് വരില്ലല്ലോ. ഓ, ഇനി ഫൈനൽ എക്സാം ആണല്ലോ, അതിന്റെ റിസൾട്ട് അറിയില്ല. ഇതന്നെയല്ലേ എല്ലാ പ്രാവശ്യം പറയാറ്. ട്യൂഷൻ വിടാൻ പോകാട്ടോ മാളുവിനെ? അല്ല, നേരിട്ട് വീട്ടിലെ ടീച്ചർ. ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ ഗൈസ്, നമ്മുടെ വീടിന്റെ നേരിട്ട് വീട്ടില് ടീച്ചറുടെ വീടാണ്. ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര മടിയാണ്. ഇവൾക്ക് മടിയില്ല, നല്ല ഗംഭീര മാർക്കുകളാട്ടാ. ഞാൻ എങ്ങനെ വീഡിയോ ഇടുന്ന. ഓ, ഇംഗ്ലീഷും എന്ത് മാർക്ക്, നല്ല മാർക്ക്. അത് അത്ര നല്ല മാർക്കൊന്നല്ല. കഴിഞ്ഞ ഓണത്തിന്റെ എക്സാം കഴിഞ്ഞ റിസൾട്ട് കിട്ടിയതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഇങ്ങനെ. എന്നിട്ട് ഒരാഴ്ച പോലും ഇല്ല, 2 ദിവസം രാവിലെ എനിക്കൊക്കെ പഠിക്കണുള്ളൂ. അത് കഴിഞ്ഞപ്പോ വീണ്ടും പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ ഇനി ഞാൻ കിടന്നു പോവാ, സ്കൂളിൽ പോണ്ടേ. പിന്നെ ഗൈസ്, നമ്മുടെ കുക്കു രാവിലെ നേരത്തെ എണീക്കണ കാരണം അവനിങ്ങനെ തൊട്ടിൽ കിടത്തും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ആട്ടി കൊടുക്കുമ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങും. പിന്നെ ഗൈസ്, നമ്മുടെ ഇവിടെ കൈ വയ്യാത്ത കൊച്ച് കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുന്നുണ്ടല്ലേ. പിന്നെ കുഞ്ഞാറ്റ ഡ്രസ്സ് മാറാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ചില്ല് ചെയ്ത് ഡാൻസ് ഒക്കെ വെച്ചിട്ടാണ് ഡ്രസ്സ് മാറുന്നത്. പിന്നെ ഗൈസ്, നമ്മുടെ കുക്കു കണ്ടൊക്കെ കിടന്നുറങ്ങി. അവനിങ്ങനെ നമ്മളിങ്ങനെ സാരി കൊണ്ടാണ് തൊട്ടിൽ കെട്ടിയിരിക്കണത്. അവനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് തൊട്ടിൽ കിടന്നുറങ്ങാൻ. അത്യാവശ്യം നേരമൊക്കെ കിടന്നുറങ്ങും.
പിന്നെ ഞാനിവിടെ റെഡി ആവാനാണ്. എന്താ പറയുക, ഞാനൊരു 8:30 തന്നെ റെഡി ആവാനൊക്കെ തുടങ്ങും. അപ്പം ഞാനിവിടെ മുടിയൊക്കെ കെട്ടി റെഡി ആവാണ്. പിന്നെ ഞങ്ങൾ യൂണിഫോം മാറിയതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഞാൻ ആൽഫിയും കുഞ്ഞാറ്റിയും കൂടെ. അച്ഛനും പിന്നെ കൈവയ്യാത്തതുകൊണ്ട് അവൻ അവിടെ കിടന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോവാണ്. ഞാൻ എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓടിപ്പോയി കയറി പോകുന്നത്. അങ്ങനെ ആ സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ്. പിന്നെ കുഞ്ഞച്ചനാണ് കൊണ്ടാക്കണേ. അപ്പോൾ കുഞ്ഞച്ചൻ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാക്കും. പിന്നെ ഗൈസ്, ഞാൻ ഹാഫ് ഡേ ലീവാണ്. അത് കാരണം മമ്മ എന്നെ ഉച്ചയപ്പം വിളിക്കാൻ വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡി ജാമിൻ്റെ ഡാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ പ്രാക്ടീസ് 2:30-ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകാണ്ടിരിക്കേണ്ട, ഉച്ചവരെ പോകാമല്ലോ. അപ്പം അതിൻ്റെ ഒരു അറ്റൻഡൻസ് കിട്ടുമല്ലോ. ഈ വരുന്ന സൺഡേ ആണ് ഈ പ്രോഗ്രാം ഉള്ളത്. അത് കാരണമാണ് ഈ ആഴ്ചകളിൽ ഇങ്ങനെ പ്രാക്ടീസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ കുഞ്ഞാറ്റേനെ കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചത്. അവൾ ഫുൾ ഡേ നിൽക്കാറുണ്ട്. പക്ഷെ ഇന്ന് കുഞ്ഞച്ചന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. ഞങ്ങൾ ഡി ജാമിൻ്റെ അവിടേക്ക് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാറ്റിനെ കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല. അത് കാരണം അവളെ ഉച്ചയപ്പം തന്നെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ കുഞ്ഞാറ്റിനെ വെച്ചിട്ട് വീട്ടിൽ പോവാണ്. പിന്നെ അവർക്ക് ഇങ്ങനെ മതിയാവില്ല. അവരിങ്ങനെ ഞങ്ങൾ പോകുന്നവരെ അവിടെ തന്നെ നിന്ന് ഓരോന്നും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ടാറ്റ തന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുക്കറിൽ ചോറിട്ട് കഴിക്കുകയാണ്. എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്, അത് കാരണമാണ് കഴിക്കണത്. പിന്നെ അച്ചുപാടെ ഇരിക്കുന്നുണ്ട്. അവനിങ്ങനെ സ്കൂളിലൊന്നും പോകാണ്ട് ഇങ്ങനെ വൃത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ വേഗം റെഡിയായി ഡാൻസ് പഠിക്കാൻ വേണ്ടി പോകണം. അമ്മച്ചോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പോവാണ്. പിന്നെ മമ്മ അവിടെ വന്നിരിക്കുമ്പോൾ 2 മണിക്കൂർ എന്തായാലും പോസ്റ്റ് ആവും. അത് കാരണം മമ്മ സ്റ്റിച്ചിങ് പഠിക്കുന്നിടത്തേക്ക് പോകും. അതുകൊണ്ട് മമ്മ എന്നെ അവിടെ ആക്കിയിട്ട് വേഗം പോയി. പിന്നെ ഇവർ മമ്മയുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലത്തെ ഒരു ആൻറ്റിയുടെ മക്കളാണ്. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വന്ന സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ക്യൂട്ട് കുട്ടികളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു. ഇവർ ട്വിൻസാണ്. ഇവരുടെ കളിയും ചിരിയും പിന്നെ സംസാരമൊക്കെ നല്ല രസമാണ് ഗൈസ്. പിന്നെ 2 മണിക്കൂർ മമ്മ അവിടെ ഇരുന്നിട്ട് പിന്നെ 4 മണിയായപ്പം എന്നെ വന്ന് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ഡാൻസിന് വൈറ്റ് ഷൂ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ എനിക്ക് പാകത്തിനുള്ള ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാണ്. പിന്നെ നമ്മുടെ കുട്ടനല്ലൂർ പുതിയതായിട്ട് വരുന്ന ഹൈലൈറ്റ് മാളിൻ്റെ വർക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവും. പിന്നെ നമുക്ക് മാളിലേക്കുള്ള ദൂരം അധികമൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എണീറ്റ് നമുക്ക് നടന്നു പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ചില രാത്രികളിൽ ഇങ്ങനെ നല്ല കോളായിരിക്കും. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരും. ഇതിപ്പോൾ കുഞ്ഞച്ച വാങ്ങിച്ച് വന്നതാണ്. ഫ്രൈഡ് ചിക്കൻ, പിന്നെ ചില്ലി ചിക്കൻ അല്ല, ചിക്കൻ 65, മട്ടൻ ബിരിയാണി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആൽഫിയുടെ മുഖത്തെ സന്തോഷം കണ്ടു നിങ്ങൾ. അങ്ങനെ നമ്മൾ ചിക്കൻ 65ഉം പിന്നെ മട്ടൻ ബിരിയാണിയും കൂടെ ചൂടാക്കി എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചു. അമ്മച്ചി അവിടെ കുക്കുവിനെ കൈ പിടിച്ചിരിക്കുകയാണ്. അമ്മച്ചിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. അത് കാരണം അവനെയും മടിയിൽ വെച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാനിപ്പുറത്തിരുന്ന് നല്ല തട്ടാണ്. പിന്നെ ക്യാമറ കാണുമ്പോൾ നമ്മൾ നന്നാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കിടന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ടാറ്റാ.